നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യ ചിന്തയുടെ ദിവസമാണ്. ഞാനും ഒന്ന് ചിന്തിക്കട്ടെ. പഴയ കാലത്ത് സ്കൂൾ കാലങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളതും ഇതൊന്നും ഞാൻ പഠിച്ചതാണെന്ന് പറയുന്നില്ല, പഠിച്ചതല്ല. നമുക്ക് ഈ എക്സ്ട്രാ ചില ടീച്ചേഴ്സ് വരാതിരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് എക്സ്ട്രാ വർക്കായിട്ട് വർക്ക് അറേഞ്ച് ചെയ്ത് വന്നിട്ട്, അതായത് ലിഷർ പീരീഡായിട്ട് സ്റ്റാഫ് റൂമിലിരിക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപകനെ ആ വരാത്ത അധ്യാപകൻ്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്ന പതിവ് പണ്ടൊക്കെ സ്കൂളിലുണ്ടായിരുന്നു കേട്ടോ. അതൊരു വൈമനസ്സും ഇല്ലാതെ കണ്ട് അധ്യാപകരൊക്കെ വരികയും ചെയ്യും. ചില ടീച്ചർമാരും ചില മാഷ്മാരും ഒക്കെ വരും. അപ്പോൾ അവർ പൊതുവേ ഈ ലാംഗ്വേജ് ടീച്ചേഴ്സിനായിരിക്കും ലിഷർ കൂടുതലുണ്ടാവുക, ക്ലാസ് ടീച്ചേഴ്സിന് ജാസ്തി വർക്കുണ്ടാവും. അപ്പോൾ ഈ സാഹിത്യപരമായിട്ട് നല്ല ജ്ഞാനമുള്ളവരായിരിക്കും പല അധ്യാപകരും. അപ്പോൾ അത്തക്കൂട്ടത്തിൽ വരുന്ന ചില അധ്യാപകരെ നമുക്ക് ഇന്നൊരു ശ്ലോകം പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് അവരും നമ്മളെ ഒന്നും പഠിപ്പിക്കാനില്ല തുടർന്നിട്ട് മറ്റൊരു ടീച്ചർ എടുത്തു വെച്ച് എൻ്റെ തുടർച്ചയായിട്ട് ഈ ഒരു പീരീഡ് കിട്ടുമ്പോൾ എന്ത് പഠിപ്പിക്കാൻ വേണ്ട എന്നുവെച്ച് കുട്ടികളുടെ സമയം അങ്ങനെ കളയുകയും വേണ്ട. അവർക്കൊരു ഒന്നും തന്നെ നഷ്ടപ്പെടാനുമില്ല. അവരുടെ ഓർമ്മയിലുള്ള അവരുടെ കുട്ടിക്കാലത്തൊക്കെ പഠിച്ചിട്ടുള്ള അതിമനോഹരമായ ചില ശ്ലോകങ്ങൾ, ഒറ്റ ശ്ലോകങ്ങളാകും ചിലത്. ചില ദേവീദേവന്മാരെ പറ്റിയുള്ളതായിരിക്കും, ചില സാമൂഹിക പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ സരസ ശ്ലോകങ്ങൾ എന്നൊക്കെ പറയും. അതുകൂടെങ്കിൽ പിന്നെ സമസ്യകൾ പൂരിപ്പിക്കലാവുക, അങ്ങനെ പല പല ആക്ടിവിറ്റീസും ആ അധ്യാപകരിൽ നിന്ന് നമുക്ക് അവർ അവതരിപ്പിക്കാറുണ്ട്. നമുക്കത് പ്രയോജനകരമാകാറുണ്ട്. അക്കാലത്ത് അതൊരു രസമായിരുന്നു. എക്സ്ട്രാ വർക്കിന് ഏതെങ്കിലും ഒരു ടീച്ചർ ഇന്ന് വരണത് പൊതുവാൾ മാഷ, അല്ലടി ഇതേ വരണു ആരാരു മാഷ, അതെ ആരായാലും തിരക്കടില്ല, രണ്ടായാലും നല്ല സാഹിത്യകാരന്മാരാ. അപ്പം ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പുതുവാൾ മാഷ്, ആ പുതുവാൾ മാഷ് വന്ന് മഹാദേവനെ പറ്റി ഉള്ള ഒരു ശ്ലോകം അവതരിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ അർത്ഥമൊക്കെ പറഞ്ഞു തന്ന് അത് ആസ്വദിച്ച് 2-3 പ്രാവശ്യം മാഷ് പാടുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം എഴുതിയെടുക്കണം എന്നുള്ളവരെ ഒന്ന് എഴുതിക്കോളൂ എന്നൊരു വാക്ക് പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ താല്പര്യമുള്ളവരൊക്കെ ഏതെങ്കിലും പുസ്തകത്തിന് ഏതെങ്കിലും കടാസിന് വേഗം അങ്ങോട്ട് കടാപിടിയെന്ന് എഴുതും. അങ്ങനെ ഒരിക്കൽ ഞാൻ എഴുതിയെടുത്തിട്ടുള്ള ചില ശ്ലോകങ്ങൾ എന്തോ തപ്പിച്ചെന്നപ്പോൾ കിട്ടി, കുറച്ചൊക്കെ ഓർമ്മയിലും വന്ന അങ്ങനെ ആ ശ്ലോകങ്ങളിൽ നിന്ന് ഒരു ശ്ലോകമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ലക്ഷ്മി പാർവതിമാരുടെ ഒരു സംവാദമാണ്. മഹാലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെ ഭാര്യ, പാർവതി മഹാദേവൻ്റെ ഭാര്യ. ഇവർ 2 പേർക്കും അവരവരുടെ ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹ. അത് പിന്നെ ആർക്കായാലും ഉണ്ടാവില്ലേ. എൻ്റെ ഭർത്താവിനെ വേറെ ഒരാൾ കുറ്റം പറയണത് ഞാൻ സഹിക്കുമോ? അദ്ദേഹത്തിൻ്റെ പോരായ്മയായിട്ട് കണ്ടാൽ ഞാൻ സമ്മതിക്കോ, വിട്ടുകൊടുക്കുമോ? തിരിച്ചങ്ങോട്ട് 4 എണ്ണത്തിനും കൂടി ഡോസ് കൂടി എന്ന് പറയും. അതാണ് ഇവിടെ കാണുന്നത്. ആദ്യം തന്നെ ചോദിക്കണം, ഈ മഹാദേവനെ പരിഹസിക്കുന്ന മട്ടിൽ ലക്ഷ്മി ദേവി അങ്ങോട്ട് തുടങ്ങുക. മഹാലക്ഷ്മി, രമാദേവി എന്ന് പറയുന്നത് മഹാലക്ഷ്മി. ആ രമാദേവി മഹാലക്ഷ്മിയാണ് തുടക്കടുന്നത്. വിഷ്ണുവിനെ പരിഹസിക്കുന്ന മട്ടിൽ പാർവതിയും, 2 പേരും കൂടിയുള്ളത്. ഈ ശ്ലോകം എഴുതിയിട്ടുള്ളത് അന്ന് അദ്ദേഹം പറഞ്ഞു തന്നൊരു ഓർമ്മയാട്ടോ. ആരെ? പുതുവാൾ മാഷ്. കാത്തുള്ളിൽ അച്യുതമേനോൻ എന്ന് പറയുന്ന ഒരു സരസകവി എഴുതിയ ശ്ലോകമാണിത്. ഞാൻ ഒന്ന് വായിക്കാം. നന്നോ മെയ്യണിവാനുമേ ഫണി. ഫണി എന്ന് പറഞ്ഞാൽ എന്താ? പണി സർപ്പം. നന്നോ മെയ്യണിവാനുമേ ഫണി. മേത്ത് ശരീരത്തിൽ ആഭരണമായിട്ട് ഒരു പാമ്പിനെ അങ്ങോട്ട് അണിയാന്ന് പറയണത് അതൊന്നും നന്നാണോ? ആരാ പാമ്പിനെ സർപ്പത്തിനെ ആഭരണമായിട്ട് ധരിച്ചേക്കണത്? മഹാദേവൻ. അപ്പം ഈ രമയാണ് പറയണത്, തുടക്കടണത്. നന്നോ അണിയുവാനുമേ ഫണി. ശരീരത്തിൽ ആഭരണമായിട്ട് അണിയാൻ സർപ്പങ്ങളെ കൊള്ളാമോ? അപ്പോൾ ഉടനെ തന്നെ മഹാലക്ഷ്മി ഇങ്ങോട്ട് തിരിച്ചു പറയാണ്, രമേ എന്ന് വെച്ചാൽ മഹാലക്ഷ്മി മഹാവിഷ്ണുവിൻ്റെ ഭാര്യയോട്, രമേ മെത്തയ്ക്ക് കൊള്ളാം.
ആ മഹാവിഷ്ണുവിൻ്റെ കിടക്ക അനന്തൻ എന്ന് പറയുന്ന ആ സർപ്പമാണ്. അപ്പം മെത്തിയാക്കി കിടക്കയിൽ കിടക്കാൻ സർപ്പം കൊള്ളാം അല്ലേ എന്ന് തിരിച്ചങ്ങോട്ട് അടിച്ചു. കണക്കെന്നോ കളയിതേറുവാനനുദിനം, കണക്കെന്നോ കളയിതേറുവാനനുദിനം. ഉടനെ മഹാലക്ഷ്മി വിട്ടുകൊടുത്തില്ല. ആഹാ, കാളപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ നിൻ്റെ ഭർത്താവിന് നല്ല ഉത്സാഹം അല്ലേ? എല്ലാ ദിവസവും ഈ സർക്കിട്ട് അടിക്കണം മുഴുവൻ മുതുകാളയുടെ പുറത്ത് കയറിയിട്ടല്ലേ, ഒരു വെള്ളക്കാള, വയസ്സങ്കാള, മുതുകാള. അതല്ലേ നിൻ്റെ ഭർത്താവിൻ്റെ മഹാദേവൻ്റെ മഹാദേവൻ. ആ മഹാദേവൻ്റെ ഒരു വാഹനം. അതാ പറയണേ, കാളയിതേറുവാൻ അനുദിനം, ദിവസവും കാളപ്പുറത്ത് കയറിയല്ലേ മഹാദേവൻ്റെ ഒരു യാത്ര. അപ്പോൾ ഉടനെ പാർവതി തിരിച്ചടിച്ചു, മേച്ചിടുവാൻ ഉത്തമം. എൻ്റെ ഭർത്താവാര ഗോപാലന, പശുക്കളെ മേയ്ക്കുക. അക്കൂട്ടത്തിൽ നല്ല കാളന്മാരും ഉണ്ട്, കൂറ്റന്മാർ, കാളക്കൂറ്റന്മാർ. അപ്പം അവരെയൊക്കെ മേച്ച് പുൽമേട്ടി കൊണ്ടുപോയി ആട്ടി ഓടിച്ച് മേച്ചിടുവാൻ ഉത്തമം. കാളപ്പുറത്ത് കയറി എൻ്റെ ഭർത്താവ് യാത്ര ചെയ്യണത് വലിയ പുച്ഛം. എന്നാൽ ആ കാളക്കൂറ്റനെ പുല്ലുമേയാൻ കൊണ്ട് നടക്കുക ഒരു വിഷയമില്ല, വലിയ സാമർഥ്യം. അതാണ് തിരിച്ചു ചോദ്യം. മേച്ചിടുവാനുത്തമം നല്ലതല്ലേ കാളമേക്കലേ? എന്നാലെന്നുമിരന്നിടുന്നതഴകോ. ഉടനെ മഹാലക്ഷ്മി വിട്ടുകൊടുത്തില്ല. മഹാദേവൻ്റെ ജീവിതം എങ്ങനെയാണ്? ഒരു പാത്രം കൊണ്ട് നടന്ന് ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി, ഇരുന്ന് നടന്ന് ഭിക്ഷ കിട്ടണോണ്ടല്ലേ ജീവിതം. അപ്പം ഇരുന്ന് നടക്കണത് നല്ല കേമ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്നാലെന്നും ഇരുന്നിടുന്നതഴകോ. വലിയ ഭംഗിയാണ്, ഗംഭീരാണല്ലേ ഇരുന്ന് നടക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ പാർവതി പറയുക, അദ്ദേഹം മറ്റു പലരോടും ചോദിച്ചു വാങ്ങുകയല്ലേ ചെയ്യണേ, ഇരുന്ന് വാങ്ങുകയല്ലേ ചെയ്യണേ. കക്കണയിലൊക്കെ ഭേദം. അടിപൊളി. ആരാ കട്ടുകൊണ്ട് കിടക്കണേ? കുട്ടിക്കാലം തൊട്ടേ വെണ്ണ കട്ടുണിയായി ജീവിച്ച ആള്. ആ നന്ദകുമാരൻ്റെ, നന്ദഗോപൻ്റെ പുത്രനായിട്ട് അമ്പാടിയിൽ ഒരു വീടുണ്ടോ? കണ്ണം കയറി വെണ്ണ കട്ട് തിന്നാത്ത വീട് ഒരെണ്ണ ഉണ്ടോ ഗോപികമാരുടെ ഭവനം? അപ്പം കാക്കുന്നത് ബഹുഗമല്ലേ, ഇരക്കണത് അപ്പടി മോശം. പക്ഷെ കാക്കുന്നതിൽ ഭേദമാണെന്നാണ് എനിക്ക് തോന്നണം ഇരക്കൽ. കക്കുന്നതിൽ ഭേദമാണെന്ന കുന്നലർമങ്കമാരുടെ. കുന്നലർമങ്കമാരെ പാർവതി, മലർമങ്ക, മഹാദേവി, കളിച്ചൊല്ലിങ്ങു താങ്ങാകണം. ഭർത്താക്കന്മാരെ പറ്റിയിട്ട് ഈ വാഗ്ധോരണി അങ്ങും കുറ്റം പറയലും കുനിഷ്ട് പറയലും ആണെങ്കിലും ആ ദേവിമാരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു സരസത, അവരുടെ ഒരു സാരസ്യം, ആ വാഗ്ധോരണിക്ക് മുൻപിൽ ഭഗവാനെ ഞാൻ തൊഴുകയോടെ പ്രാർത്ഥിക്കുന്നു. അപ്പം എന്താ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? മഹാദേവൻ കാളപ്പുറത്ത് കയറുന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു കാളെ മേയ്ക്കുന്നുണ്ട്. മഹാദേവൻ സർപ്പങ്ങളെ അണിയുന്നുണ്ടെങ്കിൽ, ആഭരണമായിട്ട് അണിയുന്നുണ്ടെങ്കിൽ, മഹാവിഷ്ണു സർപ്പത്തിൻ്റെ മീതെ ആ കിടക്കയാക്കി കിടപ്പ് തന്നെ. പിന്നെയോ ഒരാളുടെ ജീവിതമാർഗം ഭിക്ഷാം ദേഹി, ഇരുന്ന് നടക്കലാണ്, മറ്റയാളോ കട്ടുതിന്നലും എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിത്തല്ലൂടുന്ന സരസഭാഷണങ്ങളിലൂടെ ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കത്തിലേക്ക് നീങ്ങുന്ന ഒരു ശ്ലോകമാണിത്. എനിക്കിത് ഒരു മനോഹരമായ ശ്ലോകമായിട്ട് ഇന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. കാണാണ്ടങ്ങ് ചെല്ലാൻ സാധിച്ചു വരില്ല കേട്ടോ, വയസ്സായില്ലേ. ഞാൻ നോക്കിയിട്ട് ഒന്ന് വായിക്കാം. നന്നോ മെയ്യണിവാനുമേ ഭണി, നന്നോ മെയ്യണിവാനുമേ ഭണി, രമേ മെത്തയ്ക്കു കൊള്ളാം. കണക്കെന്നോ കാളയിതേറുവാനനുദിനം, മേച്ചിടുവാനുത്തമം. എന്നാലെന്നു ഇരന്നിടുന്നതഴകോ.
കക്കുന്നതിൽ ഭേദമാണെന്ന കുന്നലർ മങ്കമാരുടെ കളി ചൊല്ലിങ്ങു താങ്ങാകണം. കുന്നലർ മങ്കമാർ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയെയും പാർവതിയെയുമാണ്. പാർവതി ഹിമവാൻ കുന്ന് പർവ്വതത്തിൻ്റെ മകളാണ്. അതാണ് കുന്നലർ. അതുപോലെ താമരപ്പൂവിൽ നിന്ന് ഉത്ഭവിക്കുന്നവളാണ് മഹാലക്ഷ്മി. അപ്പം കുന്നും മലരും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ സുന്ദരിമാരുടെ ഈ സരസ സംഭാഷണം എന്നെ അനുഗ്രഹിക്കണേ. 2 ദേവന്മാരും ഈ സരസ സംഭാഷണം കേട്ടിട്ട് എന്നെ അനുഗ്രഹിക്കണേ, അല്ലയോ ദേവിമാരെ എന്നെ അനുഗ്രഹിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഈ ശ്ലോകത്തിൻ്റെ സാരസ്യം നല്ല ശ്ലോകമല്ലേ? എന്നോട് പുതുവാൾ മാഷ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോടും പറയണം, എഴുതിയെടുക്കണമെങ്കിൽ ആയിക്കോളൂ. നന്നോ മെയ്യണിവാനുമേ ഭണി രമേ മെത്തയ്ക്കു കൊള്ളാം കണക്കെന്നോ കാളയിതേറുവാൻ അനുദിനം മേച്ചിടുവാനോത്തമം എന്നാലെന്നുമിരന്നിടുന്നതഴകോ കക്കുന്നതിൽ ഭേദമാണെന്നാക്കുന്നലർ മങ്കമാരുടെ കളിച്ചൊല്ലിങ്ങു താങ്ങാകണം. കാർത്തുള്ളിൽ അച്യുതമേനോൻ എന്ന് പറയുന്ന സരസകവി എഴുതിയ മഹാദേവനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ദേവിമാരെ സ്തുതിക്കുന്ന ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം. മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ജീവിതചര്യയുണ്ട്. അത് 2 പേരും പോരോടുകൂടി സരസമായി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ആഴ്ചയിലെ എൻ്റെ സാഹിത്യചിന്ത കാർത്തുള്ളിൽ അച്യുതമേനോൻ്റെ ഈ സരസ ശ്ലോകമാകട്ടെ. നിങ്ങൾക്ക് ഈ ശ്ലോകം ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാ പിശുക്ക് കാണിക്കണേ? ഈ ശ്ലോകം ഒരു പ്രാവശ്യം കേട്ടൂടെ? എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടോ? ഞാൻ വ്യൂസൊക്കെ നോക്കണ്ട കേട്ടോ, എത്ര ആളിത് കേട്ടു, എത്ര ആളിത് വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊക്കെ. എന്തിനാ പിശുക്ക് കാട്ടണേ? ഒരു ശ്ലോകം കേൾക്കാൻ ഇത്രയ്ക്കൊരു വിഷമോ? ഒന്ന് സഹകരിച്ചൂടെ? ഇനി തൊട്ട് സഹകരിക്കാമെന്ന്. ആയിക്കോട്ടെ. എൻ്റെ സാഹിത്യ ചിന്തകളല്ല, എൻ്റെ കഥകളല്ല, എൻ്റെ പാചകവിധികളല്ല, എൻ്റെ നാരായണീയം ക്ലാസ്സുകളല്ല, എല്ലാം തന്നെ നിങ്ങളുടെ സഹകരണം ഞാൻ ആഗ്രഹിക്കുന്നു. അതങ്ങോട്ട് ലോഭം കൂടാതെ അങ്ങോട്ട് പോരട്ടെ കേട്ടോ. എല്ലാവർക്കും ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എനിക്ക് നിങ്ങൾ പറയുന്ന ഈ കമൻറ്റുകൾക്ക് മറുപടി അങ്ങനെ ഈ മൊബൈലിലെ ഒരുപാട് ജോലികളൊന്നും എനിക്കറിയില്ല. എൻ്റെ പ്രോഗ്രാം ഞാൻ റെക്കോർഡ് ചെയ്യും, എഡിറ്റ് ചെയ്യും, ഞാൻ യൂട്യൂബിലേക്ക് കയറ്റും, മറ്റ് ലോക്കൽ ചാനലുകൾക്ക് കൊടുക്കും. കമൻസ് ഞാൻ കാണും, ഞാൻ അറിയും, എനിക്ക് സന്തോഷം തോന്നും. പലരുടെയും പേരുണ്ട്. ഫേസ്ബുക്കിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അതൊക്കെ കാണും. പക്ഷേ എനിക്കതിനെ പ്രതികരിക്കാൻ എനിക്കറിയില്ല. എൻ്റെ ഫോൺ നമ്പർ എന്നെ വിളിച്ചാൽ, അതും രാത്രി ഒരു 7 മണിക്ക് ശേഷം 10 മണി വരെ ഞാൻ ഫോൺ ശ്രദ്ധിക്കും. അപ്പോഴേ ഫോൺ എടുക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വല്ല പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാൻ ഈ ഫോണിൽ നോക്കി ഫോണും വിളിച്ച് ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്നത് എന്തോ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പലതും വായിക്കാനും പലതും എഴുതാനും. ഞാൻ ചില പ്രഭാഷണങ്ങൾക്ക് പോകും, ചില കീർത്തനങ്ങളൊക്കെ പാടും, കുറച്ച് നേരം രാമായണം വായിക്കും ക്ഷേത്രത്തിൽ പോയിട്ട്. ശ്രീരാമക്ഷേത്രമാണേ, ഹനുമാനുണ്ട് തൊട്ട്. ദിവസവും 2 വരി രാമായണം വായിക്കണതുകൊണ്ട് അതൊരു സുഖമല്ലേ, അതും ചെയ്യും. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.